വിഴിഞ്ഞം തുറമുഖം രണ്ടാം ഘട്ട വികസനത്തിലെ കണക്ടിവിറ്റി പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ചരക്ക് നീക്കം വളരെ സുഗമമാകും. ഒപ്പം അനുബന്ധ നിക്ഷേപങ്ങളും വരാൻ സാധ്യതയുണ്ട്. റോഡിന്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിൽ ഉൾപ്പെടെ 65% ചെലവും കിബി വഴി സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. വ്യവസായ വാണിജ്യ സാമ്പത്തിക മേഖലയിൽ രാജ്യത്തിന്റെ തന്നെ ഗെയിം ചേഞ്ചറാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനത്തിൽ ഏറ്റവും സുപ്രധാനമാണ് റോഡ് മാർഗവും റെയിൽ മാർഗവുമുള്ള ചരക്ക് ഗതാഗതം. ഈ കണ്ടെയ്നറുകൾ നമ്മുടെ റോഡുകളിലൂടെ വിവിധ മേഖലകളിലേക്ക് എത്തിക്കാൻ ഏറ്റവും സുപ്രധാനമായ റോഡ് വികസന പദ്ധതിയാണ് വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്. വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ് മുന്നോട്ട് വയ്ക്കുന്ന വികസന സങ്കല്പങ്ങളും പ്രതീക്ഷകളുമാണ് ഇനി. തുറമുഖത്തെ ദേശീയപാതകൾ, വ്യവസായ മേഖലകൾ എന്നിവയുമായി ഒരേ ഗതാഗത ഇടനാഴിയിൽ ബന്ധിപ്പിക്കുന്ന വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് നഗരത്തിരക്കുകളിൽ പെടാതെ റിംഗ് റോഡിലൂടെ ചരക്ക് ഗതാഗതം സുഗമമാക്കാനാകും. വെറുമൊരു കണക്ടിംഗ് റോഡായിട്ടല്ല റിംഗ് റോഡ് വിഭാവനം ചെയ്യുന്നത്, പകരം ഒരു സാമ്പത്തിക ഇടനാഴിയായിട്ടാണ് വരുന്നത്. റോഡിന്റെ ഭാഗമായി ലോജിസ്റ്റിക് ഹബ്ബുകൾ, IT പാർക്കുകൾ, എന്റർടൈൻമെന്റ് സോണുകൾ എന്നിവയും വിഭാവനം ചെയ്തിട്ടുണ്ട്. നെയ്യാറ്റിൻകര, കാട്ടാക്കട, അരുവിക്കര, നെടുമങ്ങാട് മേഖലകളിലൂടെയാണ് റോഡിന്റെ ഭൂരിഭാഗവും കടന്നു പോകുന്നത്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി വിഴിഞ്ഞത്തു നിന്ന് ആരംഭിച്ച് നാവായിക്കുളത്തേക്ക് പോകുന്ന റിംഗ് റോഡ് നമ്മുടെ ജില്ലയിലെ നിരവധി ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വലിയ സാധ്യതകൾ ഗ്രാമീണ മേഖലയിൽ വലിയ വികസന സാധ്യതകളാണ് ആ റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ നെടുമങ്ങാട് വിശേഷിച്ചും ഉണ്ടാകാൻ പോകുന്നത്. ആ കണക്ടിവിറ്റിയെ സംബന്ധിച്ച് നമുക്ക് വിഴിഞ്ഞത്തേക്ക് പോകുക എന്നുള്ളതല്ല, MC റോഡ് NHുമായിട്ട് ചെയ്യാൻ തിരക്കേറിയ ആ യാത്ര കുറച്ച് ആശ്വാസകരമാക്കാനെല്ലാം, അതുപോലെ ഗ്രാമീണ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ റോഡിൻ്റെ വികസനം യാഥാർത്ഥ്യമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 70 മീറ്റർ വീതിയിൽ 6 വരി പാതയായിട്ട് ഏകദേശം 80 കിലോമീറ്റർ വരെ നീളത്തിലാണ് റിംഗ് റോഡ്. ഇതിൽ 45 മീറ്റർ പ്രധാന റോഡ് ഭാഗമായും ബാക്കി ഭാഗം സർവീസ് റോഡുകളുമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. സർവീസ് റോഡുകളുടെ നിർമ്മാണ ചെലവിന് പുറമെ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ 50% ചെലവും കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ചെലവഴിക്കുന്നത്. ലോജിസ്റ്റിക് ചെലവുകൾ കുറയ്ക്കുന്നതിനൊപ്പം നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നുമാണ് പ്രതീക്ഷ. ഈ ഔട്ടർ ഏരിയ റോഡ് ഗ്രോത്ത് കോറിഡോറും ഈ ഔട്ടർ റിംഗ് റോഡും ഇപ്പം പറഞ്ഞിരിക്കാൻ ട്രിവാൻഡ്രം, കൊല്ലം, പുനലൂർ, നെടുമങ്ങാട് കണക്ടിവിറ്റി ഒക്കെ എടുക്കുമ്പം ആ ഒരു കണക്ടിവിറ്റിക്ക് ഇക്കണോമിക് ആക്ടിവിറ്റി ഭയങ്കര ഹൈ ആണ്. അത് സർക്കാരിന് അറിയാം. സർക്കാർ തന്നെ പറയുന്നുണ്ട് നല്ലൊരു ഇക്കണോമിക് ബൂസ്റ്റിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇക്കണോമിക് ബൂസ്റ്റ് ചെയ്യുമ്പം അതിന് വേണ്ടിയുള്ള തുക മാറ്റി വെച്ച് ഭൂമി അടിയന്തരമായിട്ട് സമയബന്ധമായിട്ട് നമ്മൾ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് കാലതാമസം വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ലക്ഷ്യത്തിൽ എത്തത്തില്ല. വിഴിഞ്ഞത്ത് നിന്ന് ആരംഭിച്ച് ബാലരാമപുരം, മലയൻകീഴ്, വിളപ്പിൽശാല, അരുവിക്കര, നെടുമങ്ങാട്, തേക്കട, വെമ്പായം, മംഗലപുരം, നാവായിക്കുളം എത്തി റോഡ് അവസാനിക്കും. കൂടാതെ തേക്കടയിൽ നിന്ന് മംഗലപുരത്തേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് റോഡും ഉണ്ടാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്തിന്റെ ഗതാഗത ഭൂപടത്തിൽ നിർണായക സ്ഥാനമാകും ഈ റിംഗ് റോഡിന് ഉണ്ടാവുക. ഇത് കൂടാതെയാണ് വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ത്രികോണ വളർച്ചാ പദ്ധതി കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലൂടെ കേരളവും വളരുകയാണ്. ക്യാമറാമാൻ സിറിലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.